അസ്സലാമുഅലൈക്കും വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞാൻ റീസെന്റ് ആമസോണിൽ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് അടിപൊളി വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുറച്ച് കുറച്ച് ടോപ്സ്, കുറച്ച് കുർത്താസ് ആണ് കാണിച്ചു തരുന്നത്. ഓരോന്നും ഓരോരോ മോഡലിലാണ് വന്നിട്ടുള്ളത്. എല്ലാം ഡിഫറെൻ്റ് ആണ്, ഒന്നും ഒരേപോലെ വരുന്നില്ല. ചിലത് എ ലൈൻ ആയിട്ട് വരുന്നതുണ്ട്, ചിലത് നമുക്ക് ഷർട്ട് ഡ്രസ്സസ് ഉണ്ട്, രണ്ടെണ്ണം ഷർട്ട് ഡ്രസ്സസ് ഉണ്ട്. പിന്നെ അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു 2 ഷർട്ട് ഡ്രസ്സ്. പിന്നെ നോർമൽ കോട്ടൺ കുർത്തി, ലൈക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് കുർത്തി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന എല്ലാം ഞാനിത് വന്ന് അൺബോക്സ് ചെയ്ത പാടന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾസോ ദ ക്വാളിറ്റി അടിപൊളിയാണ്. ആൻഡ് അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആമസോണിൽ ട്രൈ ചെയ്തിട്ട് എനിക്കത് പിക്ചറിൽ കണ്ടതിലും എൻ്റെ കയ്യിൽ കിട്ടിയത് വേറെ ചെയ്ത് നോക്കുമ്പോഴും കയ്യിൽ കിട്ടുമ്പോഴൊക്കെ എനിക്കതിൻ്റെ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. എനിവേ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. എല്ലാത്തിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് നമ്മളെല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്കും കൂടി ഒരു സിംഗിൾ ലിങ്ക് ആയിട്ട് അങ്ങനെയും കൊടുക്കും, അല്ലാതെ സിംഗിളായിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും അങ്ങനെയും കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്നുള്ള രീതിയിൽ അങ്ങനെ ചൂസ് ചെയ്യാം. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു കുർത്ത കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞ ഒരു കോട്ടൺ കുർത്ത ആണ് കേട്ടോ. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വിവ ബ്രാൻഡിൻ്റെ കുർത്തയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സൈറ്റിൽ ഞാനത് സ്റ്റൈൽ ചെയ്തൊരു ക്ലിപ്പും ആഡ് ചെയ്യാം, ലൈക്ക് ഞാൻ നോക്കുന്ന ഒരു ക്ലിപ്പും ആഡ് ചെയ്യാം. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് നെക്കാണ്, ലേസ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ഇവിടെ ബട്ടൺ വരുന്നുണ്ട്. യെസ്, ഇത് നോ ഇത് നമുക്കിവിടെ ഒരു ബട്ടനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, താഴോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു യോക്ക് പോർഷൻ മാത്രമായിട്ടാണ് വരുന്നത് ബട്ടൺസ്. സോ അത് ജസ്റ്റ് ഒരു ബട്ടൺ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം നെക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഫീഡിങ് ഫ്രണ്ട്ലി അല്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോൾ അത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ യോക്ക് പോർഷനിലായിട്ട് ഇങ്ങനെ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളെ ഫിറ്റിങ് കുറച്ചുകൂടി ഒരു ലുക്ക് തോന്നിക്കാനും കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നും ആ ഫിറ്റിങ്, ആ ഒരു പ്ലീറ്റ്സ് വന്നു കഴിഞ്ഞാൽ. സോ സ്ലീവിലേക്ക് വരുവാണെങ്കിൽ ഒരു 3/4 ലെങ്ത്തിൽ വന്നിട്ടുള്ള സ്ലീവാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത മാതിരിയാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഡിസൈൻ പോലെ അങ്ങനെ എൻഡിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് താഴ്ന്നിട്ടുള്ള നമുക്ക് ബ്രാൻഡഡ് കുർത്തീസിൻ്റെ ഒക്കെ പോലെ തന്നെയുള്ള അതുപോലെ തന്നെ ഇതൊരു ബ്രാൻഡഡ് കുർത്തിയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള 2 സ്ലിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും സ്ലിറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് പോക്കറ്റ് വരുന്നില്ല കേട്ടോ. യെസ്, പോക്കറ്റ് വരുന്നില്ല. ഞാൻ വെച്ചു ഇതിന് പോക്കറ്റ് ഉണ്ടാവും, പോക്കറ്റ് വരുന്നില്ല. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ്, ആ ഒരു കളർ തീമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്ലൂ കളേഴ്സ് ഭയങ്കര രസമാണ്. കുർത്താസ് ആണെങ്കിലും കുർത്ത സെറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ അത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന പോലെ എൻ്റെ ഞാൻ അങ്ങനെ പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഡ്രസ്സസ്. സോ ഞാൻ കുറച്ചധികം കുർത്ത സെറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലായിരിക്കും. കാരണം അതിന് ഞാൻ പെട്ടെന്ന് പിക്ക് ചെയ്യും, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു കുർത്ത സെറ്റും കുർത്തയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പ്രിന്റും കളറും ഫിറ്റിങ്ങും ക്വാളിറ്റിയും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലെങ്ത്തൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഒരു ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ചിലപ്പോൾ ഫസ്റ്റിൽ കണ്ടുപോകുന്നവരുണ്ടാവാം, മേ ബി അങ്ങനെയുള്ളവർക്കാണ്. എല്ലാം ഞാൻ എൻ്റെ നോർമൽ സൈസാണ് ചൂസ് ചെയ്തത്. നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. സൈസിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, പിന്നെ ഞാൻ ഓരോന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്. ഒരു ക്ലോസ് ആയിട്ട് നിങ്ങൾക്കത് കാണാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഈ കാണിക്കുന്നതിൽ വെച്ചിട്ട് ഒന്ന് എന്നോട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇതെടുക്കാം. ഈ ഒരു ഷർട്ട് ഡ്രസ്സ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ബട്ടൺസ് ഫ്രണ്ട് ടു ഫുൾ ബട്ടൺസ് ആണ്, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര രസമാണ്. ഓൾസോ ഇത് ഫിറ്റിംഗ് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് വൈറ്റ്, ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് എല്ലാത്തിനും ഞാൻ വൈറ്റ് ബോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിന് ഞാനൊരു ന്യൂഡ് ഹിജാബും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്താ അറിയില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഏതെടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇതാണ് എടുക്കുക. ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. കോളേർഡ് നെക്കാണ് വന്നിട്ടുള്ളത്.
ഫ്രണ്ടിൽ വൈറ്റ് കളർ ബട്ടൺസ് വന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. വൈറ്റിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളെ ഫിറ്റിംഗ് മറ്റേതിൽ പറഞ്ഞ പോലെ മറ്റേ യോക്ക് പോർഷനിൽ വന്ന പ്ലീറ്റ്സ് പോലെ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു ഷർട്ട് ഡ്രസ്സിൻ്റെ ഒരു ഫിറ്റിംഗ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവിൽ വന്നിട്ടുള്ള എൻഡിൽ ഇതായി ഇങ്ങനൊരു എന്താ പറയുക ഒരു ത്രെഡ് ഇങ്ങനെ ലൈനായിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു 3/4 ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഭയങ്കര രസമായിരുന്നു. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ എനിക്ക് തോന്നി. വേറെ ഇത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് അപ്പ് ആൻഡ് ഡൗൺ അല്ല, ചെറുതായിട്ടൊരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, നല്ല ഭംഗിയുണ്ട് വെയർ ചെയ്തിട്ട്. ഇതും നിങ്ങളെ നോർമൽ സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലിനൻ്റെ നല്ലൊരു സോഫ്റ്റ് ലിനൻ മെറ്റീരിയൽ ഇല്ലേ, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഒരു സോഫ്റ്റ് ലിനൻ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്താണ്. സോ അത് രണ്ടാണ് നമ്മളെ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ള ഔട്ട്ഫിറ്റ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു കുർത്ത കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞല്ലോ 2 ഷർട്ട് ഡ്രസ്സ് ഉണ്ടെന്ന്. അതിൻ്റെ അടുത്തത് ഞാൻ ആ ഒരു ഷർട്ട് ഡ്രസ്സ് കാണിച്ചു തരാം. അതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സോ അടുത്തത് കാണിച്ചു തരുന്നത് ഈ ഒരു റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു മെറൂൺ അല്ല പേർപ്പിൾ ഷെയ്ഡിൽ ഇതിൽ ത്രൂ ഔട്ട് ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പ്രിൻറ്റിന് എന്തോന്ന് പറയും, ആ ഒരു പ്രിൻ്റാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ത്രൂ ഔട്ട് ആ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓൾസോ ഈ ഒരു റയോൺ മെറ്റീരിയൽ തന്നെ ഭയങ്കര സോഫ്റ്റ് റയോൺ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ്. ഭയങ്കര രസമുണ്ടായിരുന്നു വെയർ ചെയ്തപ്പോൾ, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കോളേർഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇതും നമുക്ക് ബട്ടൺസ് ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വി നെക്ക് പോലെ വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഒരു വി നെക്ക് പോലെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 ലെങ്ത്തിലാണ് സ്ലീവ് വരുന്നത്. ഈ ഒരു സ്ലീവിൻ്റെ എൻഡിൽ ഒരു ഡിസൈൻ പോലെ ഇവിടെ ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്കില്ല, ഈ ഒരു അടിഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല രസം ഉണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞു. കുറച്ചൊരു കുർത്ത തന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പിലൊക്കെ വരുന്നത്. ഓക്കെ, സോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത് താഴോട്ട് ആയിട്ട് 2 സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, 2 സ്ലിറ്റ് വരുന്നുണ്ട്. ഇതും നല്ല രസമുണ്ടായിരുന്നു വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഭയങ്കര അടിപൊളി മെറ്റീരിയലാണ്. സോ നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ഞാനിതാ ഈ ഒരു ഹിജാബ് തന്നെ ഞാൻ പെട്ടിട്ടുള്ള ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഹിജാബാണ് കൊടുത്തിട്ടുള്ളത്. മെറൂൺ എന്ന് പറയാൻ പറ്റും, ഇതൊരു പേർപ്പിൾ ടു മെറൂൺ അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. സോ ഞാൻ ഇത് കൊടുത്തു, എനിക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി. എല്ലാത്തിനും ഞാൻ വൈറ്റ് ബോട്ടാണ് കൊടുത്തിട്ടുള്ളത്, എനിക്കിഷ്ടമായി. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. അടിപൊളി. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു ഷർട്ട് ഡ്രസ്സിലേക്കാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു 2 ഷർട്ട് ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഇതാണ് നമ്മൾ അടുത്ത ഒരു ഷർട്ട് ഡ്രസ്സ്. നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിൽ, ഒരു വൈബ്രൻറ്റ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഇതും ഞാൻ മറ്റു പറഞ്ഞ പോലെ തന്നെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇറ്റ്സ് റയോൺ അല്ല, റയോണാണോ, റയോണിൽ ചെറുതായിട്ടൊരു കോട്ടൺ മിക്സ് വരുന്ന നല്ലൊരു മെറ്റീരിയൽ കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ആമസോണിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, ഒന്നും സംഭവിച്ചിട്ടില്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അതുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കോളേർഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഫീഡിങ് ഫ്രണ്ട്ലി. ഈ ഫീഡിങ് ടൈമിനൊക്കെ ഞാനൊക്കെ അധികം സെർച്ച് ചെയ്തിട്ടുള്ളത് ഷർട്ട് ഡ്രസ്സസിനാണ്. കാരണം എന്താ പറയുക, വെസ്റ്റേൺ വേണമെന്നാലും ചുരിദാറൊന്നും ഇട്ടാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. വെസ്റ്റേൺ വേണമെന്നാലും എന്നാൽ ഫീഡിങ് ഫ്രണ്ട് ബട്ടൺസ് അല്ലെങ്കിൽ സിബൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് വെയർ ചെയ്യുകയും ചെയ്യാം. എന്നാൽ നമുക്ക് ഫീഡ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഞാൻ കൂടുതലും ഷർട്ട് ഡ്രസ്സസ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ആ സമയത്ത് അത്. അപ്പം ഞാൻ ഷർട്ട് ഡ്രസ്സസാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. സോ ഇപ്പോൾ 2 ഷർട്ട് ഡ്രസ്സ് നമ്മളിതിൽ കാണിച്ചു തന്നു. നിങ്ങൾ ഫീഡ് ചെയ്യുന്ന മോംസൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കുക. പിന്നെ നമ്മളെപ്പോലെ ഇപ്പോഴുള്ള ഗേൾസിന് ഇപ്പോഴത്തെ ഗേൾസിന് കൂടുതലും ഇങ്ങനത്തെ ഷർട്ട് ഡ്രസ്സസ് ആണ് എല്ലാവരും നോക്കുന്നത്. എന്നിട്ട് അതിനൊരു കോട്ടൺ ജീൻസിനെക്കാട്ടും ഇപ്പം പോകുന്ന എല്ലാവരും ഒരു കോട്ടൺ ബോട്ടംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനത് ഇൻഷാല്ല വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മളെ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. കോളേർഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ബട്ടൺസ് ആണ്. ആൻഡ് സ്ലീവിലേക്ക് വരുവാണെങ്കിൽ നോർമൽ 3/4 സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന് നമുക്ക് സ്ലിറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഷർട്ട് ഡ്രസ്സ് മറ്റ് വാങ്ങിച്ചു പോകുന്ന പോലെ തന്നെ സ്ലിറ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്.
ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ട് കുറച്ചൊരു ലൂസായിട്ട്, അപ്പോൾ നല്ലൊരു ഫിറ്റിംഗ് ആണ്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്ലീറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെയും ഇതിൻ്റെ സ്റ്റിച്ചിങ് ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ബാക്കിൽ ഇവിടെ പ്ലീറ്റ്സ് വന്നതിനോട് തന്നെ വേറൊരു ഫിറ്റിംഗ് ആണ്. ആൻഡ് ഇത് വന്നിട്ടുള്ളത് കുറച്ചുകൂടി ഒരു ടോപ്പിലേക്ക്, ലൈക്ക് നോർമൽ ഒരു ടോപ്പ് ഫിറ്റിങ്ങിലേക്കാണ് വന്നിട്ടുള്ളത്. എന്നാൽ കുറച്ചൊരു ഭംഗിയിൽ, ഓക്കെ, നിങ്ങൾക്ക് അത് കാണുമ്പോൾ വേറെ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ യെല്ലോയിൽ നല്ലൊരു കാരമൽ ആൻഡ് ഒരു വൈറ്റ് പ്രിൻറ്റഡ് ആയിട്ടാണ് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. എനിവേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഓക്കെ, നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുർത്തയാണ്. ഇത് അത്യാവശ്യം നമ്മൾ കാണിച്ചു തന്നിരുന്നത് നല്ല ഡിഫറൻസ് ഉള്ളൊരു കുർത്തയാണ്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഓൾസോ ഇതിൻ്റെ ഒരു ഹാൻഡിലേക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ, ഇതിന് വന്ന പോലെ തന്നെ കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു നമ്മളെ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം കുറച്ച് ലൂസായിട്ടുണ്ടാവും. അത് ബ്രാൻഡഡ് കുർത്തീസിന് അധികവും നമ്മൾ കാണുന്നതാണ്. അത് ഇടുന്ന സമയത്ത് ഭയങ്കര രസമാണ്, കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ്. മറ്റേത് നമുക്ക് പക്കാ സ്ലിറ്റ് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഇത് കുറച്ചുകൂടി ഒരു തൂങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെത് മാത്രമല്ല, ആ ഒരു സ്റ്റിച്ചിങ് അങ്ങനെ വന്നിട്ടാണ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട്, ഈ ഒരു സ്ലിറ്റ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കുറച്ചൊരു നല്ല ഭംഗിയുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനെന്താ ഒരു വേർഡ് പറയാമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് കോളേർഡ് നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ പ്രിൻറ്റഡ് ആണ്. ഒരു ന്യൂഡ്, ഒരു പീച്ചല്ല, ഒരു ലൈറ്റ് പിങ്ക് ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡിൽ കുറച്ചിങ്ങനെ ബ്ലാക്ക് ആൻഡ് ക്രീം അല്ല, അതൊരു കാരമൽ ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട്, അതുപോലെ തോന്നാം. അങ്ങനെ ഒരു ഷെയ്ഡ് പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലോസർ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. സോ ഇതെനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിനോട് ക്ലോസർ ഷോട്ടായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ബട്ടൺസ് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ട് താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ലീവ് ആണ്. ലൂസ് സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് സ്ലീവും നല്ല ഒരു നമുക്ക് എൽബോ ഭാഗം കുറച്ച് ലൂസായിട്ടാണ് വരുന്നത്. ഓക്കെ, നല്ലൊരു ലൂസ് ഫിറ്റിലാണ് ഇതിടുക. നമ്മളെ നോർമൽ സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി, പക്ഷെ നമുക്ക് കുറച്ചൊരു ലൂസ് ഫിറ്റിൽ വെയർ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എൻഡിലുള്ള ഭാഗം പറഞ്ഞല്ലേ ഞാൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. രണ്ട് ഭാഗത്തും സ്ലിറ്റ് ഉണ്ട്. താഴത്തെ സ്ലിറ്റ് വന്നിട്ട് കുറച്ച് ഇങ്ങനെ ഒരു തൂങ്ങിയ പോലെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എൻഡിലേക്ക് നല്ല വൃത്തിക്ക് വെയർ ചെയ്യാം. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത്രയും കുർത്താസാണ് ഞാൻ എൻ്റെ കാഷ്വൽ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ഓരോന്നിൻ്റെയും പ്രൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് എല്ലാം അണ്ടർ 1000 ആണ്. അണ്ടർ 1000 ഞാൻ പറഞ്ഞില്ല, ബ്രാൻഡഡ് കുർത്തീസാണ്. അണ്ടർ 1000 പ്രൈസ്. പക്ഷേ ചിലത് 400 സംതിങ്ങിൻ്റെതുണ്ട്, 500 സംതിങ്ങിൻ്റെതുണ്ട്, 600 സംതിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിനൊക്കെ ഏതൊക്കെ പ്രൈസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം കൂടി ഉള്ളൊരു ലിങ്ക് സിംഗിളായിട്ട് അതും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് യാ, അത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.